أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു. പറയുന്നു, വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീർ കബീറിനെ ആസ്പദമാക്കിയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം നാം കഴിഞ്ഞ ദർസിൽ ചർച്ച ചെയ്തിരുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്നും ചർച്ച ചെയ്യാവുന്നത്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന ഈ ഭാഗത്തെക്കുറിച്ച്, അതായത് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന ഈ ഭാഗത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതായത് ഒരു ജനതയിൽ ഏതെങ്കിലും ഒരു ആചാരം നിലനിന്നിരുന്നു എന്നതോ മുൻഗാമികളിൽ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു എന്നതോ മാത്രം വരും തലമുറകൾ അത് നിർബന്ധമായും പാലിക്കണം എന്നതിന് തെളിവാക്കാൻ കഴിയില്ല. മുൻഗാമികളിൽ നിലനിന്നിരുന്ന നൂറുകണക്കിന് കാര്യങ്ങൾ വാസ്തവത്തിൽ തെറ്റായവയായിരുന്നു. അതുപോലെ ഇന്ന് ജനങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന പല കാര്യങ്ങളും തെറ്റായവയാണ്. അതിനാൽ മുമ്പത്തെ സമുദായങ്ങൾ ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം ചെയ്തിരുന്നു എന്ന കാരണത്താൽ മാത്രം അത് ഭാവിയിലും ചെയ്യണം എന്ന നിഗമനം നടത്തുന്നത് ശരിയല്ല. വിശുദ്ധ ഖുർആൻ ഈ ആക്ഷേപത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയും മുൻ ഉമ്മത്തുകളിൽ നോമ്പ് നിലനിന്നിരുന്നു എന്നത് അതിൻ്റെ ശ്രേഷ്ഠതയ്ക്കുള്ള തെളിവല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറിച്ച് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ മേൽ അമിതമായ ഒരു ഭാരം ചുമത്തിയിട്ടില്ലെന്നും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും ഈ ഭാരം നൽകപ്പെട്ടിരുന്നു എന്നതുമാണ്. അതുകൊണ്ട് ഇത് നോമ്പിൻ്റെ ശ്രേഷ്ഠതയ്ക്കുള്ള തെളിവല്ല, മറിച്ച് നോമ്പിൻ്റെ പ്രാധാന്യത്തിനുള്ള തെളിവാണ്. നോമ്പിൻ്റെ ശ്രേഷ്ഠതയിലേക്കും അതിൻ്റെ ഗുണങ്ങളിലേക്കും ലഅല്ലക്കും തത്തക്കൂൻ എന്ന വാക്കുകളിലൂടെ വെളിച്ചം വീശുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഇതിന് പല അർത്ഥങ്ങളുണ്ടാകാം. ഇതിൻ്റെ ഒരു അർത്ഥം ഇതാണ്: മുമ്പ് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന, വിശപ്പും ദാഹവും സഹിച്ചിരുന്ന, കാലാവസ്ഥാ വ്യത്യാസങ്ങളെ അതിജീവിച്ച് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിയിരുന്ന ആ ജനതകളുടെ ആക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നാം നോമ്പ് നിർബന്ധമാക്കിയത്. നിങ്ങൾ നോമ്പ് നോൽക്കുന്നില്ലെങ്കിൽ അവർ പറയുമായിരുന്നു, മറ്റു ജനതകളെക്കാൾ ആത്മീയതയിൽ ഞങ്ങൾ മുന്നിലാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു, എന്നാൽ മുമ്പത്തെ ജനതകളിൽ ഉണ്ടായിരുന്ന ആ തഖ്വ നിങ്ങളിലില്ല എന്ന്. ചുരുക്കത്തിൽ, ഇസ്ലാമിൽ നോമ്പില്ലായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ മറ്റു ജനതകളുടെ മുമ്പിൽ പരിഹാസപാത്രമാവുമായിരുന്നു. ക്രൈസ്തവർ പറയുമായിരുന്നു, ഹൃദയവിശുദ്ധി വരുത്തുന്ന, ആത്മീയമായ അടിത്തറ നൽകുന്ന, മനുഷ്യനെ തിന്മകളിൽ നിന്ന് തടയുന്ന നോമ്പ് പോലുമില്ലാത്ത ഒരു മതമാണോ ഇത് എന്ന്. യഹൂദർ പറയുമായിരുന്നു, ഞങ്ങൾ നൂറുകണക്കിന് വർഷങ്ങളായി നോമ്പ് നോൽക്കുന്നു, എന്നാൽ മുസ്ലിങ്ങളിൽ നോമ്പില്ല എന്ന്. ഇതുപോലെ പാർസികളും ഹിന്ദുക്കളും മറ്റ് മതസ്ഥരും പറയുമായിരുന്നു, ഇതും ഒരു മതമാണോ? ഇതിൽ നോമ്പില്ലല്ലോ. ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും അതിലൂടെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന്. മൊത്തത്തിൽ ലോകം മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരെ വരികയും മുസ്ലിങ്ങളിൽ എന്തുകൊണ്ട് നോമ്പില്ല എന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. അതിനാൽ അള്ളാഹു പറഞ്ഞു, ഓ മുസ്ലിങ്ങളെ, ശത്രുക്കളുടെ ആക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതിനായി ലഅല്ലക്കും തത്തക്കൂൻ നാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കുന്നു. ഇസ്ലാമിൽ നോമ്പില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഇതര മതസ്ഥർ നിങ്ങളെ ന്യായമായും ആക്ഷേപിക്കുകയും അവരുടെ കണ്ണിൽ നിങ്ങൾ നിസ്സാരമായി മാറുകയും ചെയ്യുമായിരുന്നു. ലഅല്ലക്കും തത്തക്കൂൻ എന്നതിലെ രണ്ടാമത്തെ സൂചന ഈ മാർഗത്തിലൂടെ അള്ളാഹു നോമ്പുകാരൻ്റെ സംരക്ഷകനായി മാറുന്നു എന്നതാണ്. കാരണം ഇത്തിക്ക എന്ന വാക്കിനർത്ഥം പടച്ചട്ടയുണ്ടാക്കുക, പ്രതിരോധം തീർക്കുക, രക്ഷാമാർഗമാകുക എന്നൊക്കെയാണ്. അതിനാൽ ഈ സൂക്തത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ പടച്ചട്ടയാകുന്നതിനും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ നന്മകളുടെയും അഭാവത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത്. ദൗർബല്യം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്,
മനുഷ്യന് വല്ല ദോഷവും, അതായത് തിന്മ ബാധിക്കുക എന്നത്. 2, ഏതെങ്കിലും നന്മ അവന് നഷ്ടമാവുക എന്നത്. ഒരാൾ മറ്റൊരാളെ മർദ്ദിക്കുന്നത് ഒരു തിന്മയാണ്. അതുപോലെ മാതാപിതാക്കൾ ഒരാളോട് പിണങ്ങുന്നതും ഒരു തിന്മയാണ്. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ബാഹ്യമായി നഷ്ടമൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ അവരുടെ ഭക്ഷണ ചെലവ് ലാഭിക്കാം. എന്നാൽ മാതാപിതാക്കളുടെ പ്രീതി എന്നത് ഒരു പുണ്യവും അനുഗ്രഹവുമാണ്. അവർ പിണങ്ങുമ്പോൾ മനുഷ്യന് ആ നന്മ നഷ്ടമാകുന്നു. ഇത്തിക്ക ഈ 2 കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. എല്ലാവിധ നന്മകളും ലഭിക്കുന്നവനും എല്ലാവിധ അപമാനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നവനുമാണ് യഥാർത്ഥ മുത്തക്കി. ഓരോ പ്രവർത്തനത്തിനുമനുസരിച്ച് തിന്മയുടെ പരിധിയും വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന്, ഒരാൾ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അയാൾ തിന്മയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അയാൾക്ക് അപകടമൊന്നും സംഭവിക്കാതെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തുക എന്നതാണ്. ഇതുപോലെ നോമ്പിൻ്റെ കാര്യത്തിലും നോമ്പുമായി ബന്ധപ്പെട്ട നന്മകളും തിന്മകളുമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. നോമ്പ് ഒരു മതപരമായ കാര്യമാണ്. അതുപോലെ ആരോഗ്യപരമായ നിലയ്ക്ക് ഭൗതിക കാര്യങ്ങളുമായും ഇതിന് ബന്ധമുണ്ട്. അതിനാൽ ലഅല്ലക്കും തത്തക്കൂൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ മതപരവും ഭൗതികവുമായ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക എന്നതാണ്. അതായത് മതപരമായ പുണ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനി സംഭവിക്കാതിരിക്കാനും വേണ്ടിയാണിത്. കാരണം ചിലപ്പോൾ നോമ്പ് പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിന് കാരണമാകാറുണ്ട്. ഇന്നത്തെ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത് വാർദ്ധക്യമോ ബലഹീനതയോ ഉണ്ടാകുന്നത് തന്നെ ശരീരത്തിൽ അനാവശ്യ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് എന്നാണ്. അവ രോഗത്തിനോ മരണത്തിനോ കാരണമാകുന്നു. ഈ അനാവശ്യ പദാർത്ഥങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ദിവസം ലോകത്തു നിന്ന് മരണം തന്നെ ഇല്ലാതാകുമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢികൾ പോലുമുണ്ട്. ഇത് അവരുടെ അറിവില്ലായ്മയാണെങ്കിലും ക്ഷീണവും തളർച്ചയും മറ്റും ശരീരത്തിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് നോമ്പ് അത്യന്തം ഗുണകരമാണ്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ആരോഗ്യവാനായിരിക്കുമ്പോൾ നോമ്പ് നോൽക്കുമ്പോൾ റമദാനിൽ അല്പം പ്രയാസം അനുഭവപ്പെടുമെങ്കിലും റമദാൻ കഴിഞ്ഞാലുടൻ ശരീരത്തിൽ പുതിയൊരു കരുത്തും ഉന്മേഷവും അനുഭവപ്പെടും എന്നതാണ്. ഇത് ശാരീരികമായ നേട്ടമാണ്. എന്നാൽ ആത്മീയമായി നോക്കുമ്പോൾ നോമ്പ് നോൽക്കുന്നവരുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഗുണം. അതുകൊണ്ടാണ് നോമ്പിനെക്കുറിച്ച് പറഞ്ഞതിന് പിന്നാലെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ചത്. ഞാൻ എൻ്റെ ദാസന്മാരുടെ അടുത്തുണ്ട്, അവരുടെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ചുരുക്കത്തിൽ നോമ്പ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആകർഷിക്കുന്ന ഒന്നാണ്. നോമ്പ് നോൽക്കുന്നവൻ അള്ളാഹുവിനെ തൻ്റെ പടച്ചട്ടയാക്കുന്നു. അത് അവനെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.